അവസാനത്തെ ശുചീകരണ തൊഴിലാളിയും ഫീൽഡിൽ നിന്നും ശുചീകരണത്തിന് ശേഷം പോയതിനു ശേഷം മാത്രമേ മേയർ, ഡെപ്യൂട്ടി മേയർ, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ ഫീൽഡിൽ നിന്ന് മടങ്ങാവുള്ളൂ എന്ന് ഇന്നലെ രാവിലെ ഞങ്ങൾ മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പൊങ്കാല ഒരുക്കങ്ങളൊക്കെ മനോഹരമായി തന്നെ പൂർത്തീകരിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇപ്രാവശ്യം ഇവിടുത്തെ പൊങ്കാല നടക്കുന്നത്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഭക്തജനങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ ഒരുക്കിയിരിക്കുന്നത്? എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു. ഈ റോഡിന്റെ ടാറിംഗ് വർക്കൊക്കെ തന്നെ ഞങ്ങൾ 20 ദിവസം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ടാറിംഗ് വർക്കൊക്കെ കാണുന്നാൽ ആൾക്കാർക്ക് വസ്ത്രത്തിലൊക്കെ ടാർ ഒക്കെ പിടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ടാർ ഉരുകും പൊങ്കാലിടുമ്പോഴേക്കും. പക്ഷേ ഞങ്ങൾ 20 ദിവസം മുമ്പ് തന്നെ പൂർത്തിയാക്കി മഴയൊക്കെ പെയ്താൽ സെറ്റ് ആവാനുള്ള അവസരം ഉണ്ടായി. ഒരു വാർഡിന് തന്നെ ഒരു ടാങ്കറും കൊടുക്കുകയായിരുന്നു. അതിൽ കൊടുത്തു. ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് 8 ടാങ്കറുകളും വിന്യസിച്ചതോടെ ആ പ്രശ്നത്തിന് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയില്ലാത്ത തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചു. ഈ പൊങ്കാലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗര ശുചീകരണം ഞങ്ങൾ നടത്തി. പൊങ്കാല കഴിഞ്ഞാൽ നടത്തുന്നതോടൊപ്പം തന്നെ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ അത് കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. സേവാഭാരതി ഉൾപ്പെടെയുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ ഇറക്കി ചെയ്തിട്ടുണ്ട്. ഇനി പൊങ്കാല കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശുചീകരണം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാനത്തെ ശുചീകരണ തൊഴിലാളിയും ഫീൽഡിൽ നിന്നും ശുചീകരണത്തിന് ശേഷം പോയതിനു ശേഷം മാത്രമേ മേയർ, ഡെപ്യൂട്ടി മേയർ, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ ഫീൽഡിൽ നിന്ന് മടങ്ങാവുള്ളൂ എന്ന് ഇന്നലെ രാവിലെ ഞങ്ങൾ മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മേയറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോർപ്പറേഷൻ സെക്രട്ടറിയും ആദ്യം ആറ്റുകാൽ പ്രദേശത്ത് ശുചീകരണത്തിന് നേതൃത്വം കൊടുക്കും. അതിനുശേഷം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്യും. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തമ്പാനൂര്, പാളയൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കും. അങ്ങനെ ഞങ്ങളായിരിക്കും അവസാനം ഫീൽഡിൽ നിന്ന് പോകുന്നത്. നല്ലൊരു പൊങ്കാല ദിനം. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ അർപ്പിക്കുന്ന അവസരം.